കൊടിക്കുന്നിൽ സുരേഷ് എം പിയെ ഉന്നം വെച്ച് കൊല്ലം DCCക്ക് പരാതിയുമായി കൊട്ടാരക്കര നഗരസഭയിലേക്ക് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി. കൊടിക്കുന്നിലിന്റെ വാർഡിൽ മത്സരിച്ച് തോറ്റ ഹരി കോഴിയാട്ടാണ് പരാതിക്കാരൻ. കേരള കോൺഗ്രസ് ബി എതിർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ UDF വാർഡിൽ തോൽക്കുന്നു. യൂത്ത് കോൺഗ്രസുകാർ പ്രചാരണത്തിനിറങ്ങുന്നത് MPയുടെ മുൻ സ്റ്റാഫ് വിലക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഈ കൊട്ടാരക്കര നഗരസഭ UDFന് പിടിക്കാൻ പറ്റുന്ന നിസ്സാരമായ കാര്യമുള്ളായിരുന്നു. ഓരോരുത്തരുടെയും രീതി അനുസരിച്ച്, ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് മുമ്പോട്ട് പോയത് കൊണ്ട് മാത്രമാണ് ഇവിടെ തോറ്റത്. അപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് എന്റെ കൂടെ 2 ദിവസം വീട് കയറി ഇറങ്ങി നടന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ MPയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു സംശയം എനിക്ക് ഇപ്പോ ഉണ്ട്. കേരള കോൺഗ്രസ് ഇവിടെ നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് ജയിക്കുക, കോൺഗ്രസ് ഇവിടെ തോക്കുക. കാരണവശാലും ഞാൻ ജയിക്കരുത് എന്ന് പറഞ്ഞ് അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. എന്റെ കൂടെ ഒരു 10 യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളേര്, നല്ല മിടുക്കന്മാരായിട്ടുള്ള ഒരു 10 പിള്ളേര് എന്റെ കൂടെ ഒരു ദിവസം വർക്കിന് വന്ന് കൊട്ടാരക്കര. അപ്പൊ അറിയാലോ, കൊട്ടാരക്കര കമ്പോളത്തെ ഇങ്ങനെ ആള് കൂടി ഒരു വർക്ക് നടക്കുമ്പോൾ ഉള്ള ഒരു മാറ്റം അറിയാലോ. അങ്ങനെ ഒരു മാറ്റം നടന്ന സമയത്ത് DCC ജനറൽ സെക്രട്ടറി P ഹരികുമാർ ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്റെ അടുത്ത് ഹരി ഇങ്ങനെ ചോദിച്ചു, പ്രവർത്തനമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ സജീവമായിട്ട് പ്രവർത്തനമുണ്ട്, നല്ല രീതിയിലായിരുന്നു, കൊമ്പോളം അങ്ങ് നല്ല കൊഴുത്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ നല്ലതായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ഹരികുമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാരണവശാലും അവരെ ഇനി വിളിക്കരുത്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, കൊടിക്കുന്നിൽ തോൽപ്പിച്ചെന്നാണോ കോൺഗ്രസിന്റെ തോറ്റ സ്ഥാനാർത്ഥി പറയുന്നത്? ധന്യ, കൊട്ടാരക്കരയിലാണ് കൊല്ലം ജില്ലയിൽ ഏറ്റവും മോശമായ പ്രകടനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രകടനം മെച്ചപ്പെടുത്താനും കഴിഞ്ഞില്ല, ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമായിരുന്നു കൊട്ടാരക്കര മണ്ഡലത്തിൽ. ഇതിനെ ചൊല്ലിയാണ് നിലവിൽ തന്നെ കോൺഗ്രസിൽ DCCയിൽ പല പരാതികളും വന്നിട്ടുണ്ട്. കൊട്ടാരക്കര കേന്ദ്രീകരിച്ചുകൊണ്ട് കൊടിക്കുന്നിലിനെ തന്നെയാണ് പരോക്ഷമായി ഉന്നം വയ്ക്കുന്നത്. കൃത്യമായും അയാൾ പറയുന്നുണ്ടത് ഇങ്ങനെയാണ്: ഈ ഗണേഷ് കുമാർ ഈ ഒരു വാർഡിൽ, അതായത് കൊട്ടാരക്കര നഗരസഭയിലെ 9ാം വാർഡിലാണ് ഇയാൾ മത്സരിച്ചത്. ആ വാർഡ് കേന്ദ്രീകരിച്ച് ഗണേഷ് കുമാർ പ്രചരണം നടത്തി. കാരണം അവിടെ മത്സരിച്ചത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രചരണം നടത്തിയെന്ന് അറിയിച്ചിട്ടും MP സജീവമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. 2 ദിവസം പേരിന് വേണ്ടി തന്നോടൊപ്പം പ്രചരണത്തിന് വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലൊരു കാര്യമുണ്ടായില്ല. ഈ വാർഡ് മുൻപ് കോൺഗ്രസ് ജയിച്ചിരുന്ന ഒരു വാർഡായിരുന്നു. ആ സമയത്ത് CPI ആയിരുന്നു എതിർ മത്സരിച്ചിരുന്നത്. പക്ഷെ കേരള കോൺഗ്രസ് ബി വരുന്ന സമയത്ത് മാത്രം വലിയ രീതിയിലുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഒരു പരാതി പറയുന്നത്. ഈ കൊട്ടാരക്കരയിൽ വോട്ട് മറിച്ച് വിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹരി എന്തായാലും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പരാതി ഗൗരവമായി കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് KPCC ഉൾപ്പെടെ സമീപിക്കാൻ തന്നെയാണ് ഒരു തീരുമാനം. അടുത്തൊരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ വളരെ കഷ്ടിച്ചായിരുന്നു കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ ഉൾപ്പെടെ ജയിക്കുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുണ്ടാകുന്ന ഈ പ്രവർത്തനങ്ങളെ ആദ്യഘട്ടത്തിൽ തന്നെ അവസാനിപ്പിക്കണമെന്നുള്ള കാര്യമാണ് മുതിർന്ന നേതാക്കൾ എന്തായാലും അറിയിച്ചിട്ടുള്ളത്. DCC ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം ഇതുവരെയും നൽകിയിട്ടുമില്ല. ധന്യ. ശരി ലിജോ.